എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതി ഈ ജൂൺ മാസം 1-ാം തീയതിയോടുകൂടി ആരംഭിക്കുകയാണ്. അതുമാത്രവുമല്ല, ഈ കാലവർഷം ആരംഭിക്കുന്നതും ഈ പറഞ്ഞ വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടിയാണ്. എന്നാൽ ഈ വർഷത്തെ കാലവർഷം, അതായത് ഈ സൗത്ത് ഈസ്റ്റ് മൺസൂൺ, മെയ് അവസാന വാരത്തോടെ കേരളത്തിൽ കരതൊടുമെന്നാണ് കണക്കാക്കുന്നത്. അത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം 26-ാം തീയതി കാലവർഷം സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് പ്രകൃതിയുടെ ആ മാറ്റങ്ങൾ കൂടി പരിഗണിച്ച് ഫലപ്രവചനങ്ങൾ നടത്തിയാൽ മാത്രമേ ആ ഫലപ്രവചനങ്ങൾക്ക് വിലയുണ്ടാവുകയുള്ളൂ. പറയാൻ കാരണം, ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകാതിരിക്കട്ടെ, ഒരു പക്ഷെ ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ല കാലം വരുമെന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തായാലും ശരി, വിദ്യാഭ്യാസം, ആരോഗ്യം, രണ്ട് രംഗങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറാകരുത്. പറയാൻ കാരണം, ഈ രണ്ട് രംഗങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ കൈവിട്ട കളിയാണ്. ഇവിടെ ഇതിൽ പറയാൻ പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതം വേറെ ഒരു ലെവലിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ് ഈ പറഞ്ഞ മൺസൂൺ ഇവർക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഇതിൽ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ആ 5 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ഇതുവരെയുള്ള വാക്കും പ്രവൃത്തിയും അവരുടെ ചിന്താഗതിയും അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൽ നിന്നും അവർക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പ്രധാന ഗ്രഹങ്ങളായിട്ടുള്ള ശനി, വ്യാഴം, രാഹു, കേതു എന്നീ 4 ഗ്രഹങ്ങളുടെ ഗോചരം എടുത്തുകൊണ്ട് ഈ ചന്ദ്രഗണന ആസ്പദമാക്കിയാണ് ഇതിൽ ഫലങ്ങൾ പ്രവചിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചന്ദ്രഗണന ആസ്പദമാക്കി ഇന്ന് ഫലം പ്രവചിക്കുന്നതെന്ന് ചോദിച്ചാൽ, കൂടുതൽ കൃത്യത വരാൻ വേണ്ടിയിട്ടാണ് ഈ ചന്ദ്രഗണന എടുത്തിരിക്കുന്നത്. എന്തിനാണ് കൂടുതൽ കൃത്യത വരുത്തണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ 5 നക്ഷത്രക്കാർ നമ്മുടെ കേരളത്തിനകത്തും പുറത്തും നിരവധി പേർ ഉള്ളത് കൊണ്ടാണ് ചന്ദ്രഗണന എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഇതിൽ നിങ്ങളുടെ ജനന സ്ഥലം, ജനന സമയം, മഹാദശ, അന്തർദശ ഇവയിൽ വരുന്ന അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ കൊണ്ട് അല്പം ചില ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. എങ്കിൽ പോലും ഏകദേശം ഒരു 97-99% കൃത്യമായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഗ്രഹനില എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ചിത്രം നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഈ 5 നക്ഷത്രക്കാരിൽ ഏറ്റവും ആദ്യം വരുന്ന നക്ഷത്രം പുണർദം നക്ഷത്രം. ഇത് യഥാർത്ഥത്തിൽ ഈ മിഥുനം രാശിക്കാരായിട്ടുള്ള 3 നക്ഷത്രക്കാർക്കും അനുഭവിക്കാൻ യോഗം കൈവരുന്നതാണ്. എങ്കിൽ പോലും ഈ മിഥുനത്തിലെ ടോപ്പ് നക്ഷത്രമായ പുണർദം നക്ഷത്രത്തെ മുൻനിർത്തിയാണ് ഈ ഫലം പറയുന്നത്. വ്യാഴം നിങ്ങളെ ദൃഷ്ടി ചെയ്യുന്ന രാശി വെച്ച് നോക്കുമ്പോൾ ജോലി, അധികാരം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ 2-3 പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പോലും ജോലി ലഭിക്കാതിരുന്ന ആളുകൾക്ക് നിസ്സംശയം പറയാം, അവർക്ക് ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഒരു പക്ഷേ ജൂൺ മാസം പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തോടു കൂടിയോ ലഭിച്ചേക്കാം. അതുപോലെ തന്നെ ഇതിൽ നിലവിൽ ജോലിയുള്ള പ്രമോഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തോടു കൂടിയിട്ടുള്ള പ്രമോഷൻ ഉറപ്പായിട്ടും ലഭിച്ചേക്കും. വേറൊന്ന് പറയാനുള്ളത്, അധികാരസ്ഥാനത്തിരിക്കുന്നവർ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമെങ്കിലും അവർ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോരാൻ യോഗം കാണുന്നുണ്ട്. മാത്രവുമല്ല, നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത്. അതിനാൽ ഈ സമയം കുടുംബത്തിൽ സന്തോഷം പല പ്രകാരത്തിലും വന്നു ഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. മറ്റൊരാൾക്ക് നിങ്ങൾ കടം കൊടുത്ത സംഖ്യ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച ആ ഒരു ധനം, ഇത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ യോഗമുണ്ടായിത്തീരും. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഗൃഹോപകരണങ്ങൾ അത് നിങ്ങളുടെ ഗൃഹത്തിൽ വന്നു ചേരാനുള്ള അവസരവും ഈ കാലയളവിൽ സംജാതമാകുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത്. ആയതിനാൽ ഇത് കുടുംബത്തിൻ്റെ ആരോഗ്യം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയെ കൃത്യമായി സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കായിട്ട് ഇതിൽ ഓൾറെഡി മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ ആ രീതിയിൽ വ്യായാമ മുറകൾ ചെയ്യുന്നവർക്കെല്ലാം വളരെ നല്ല ആരോഗ്യസ്ഥിതിയും വന്നു കിട്ടിയേക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇതേ കാലയളവിൽ
പഴയ വാഹനം മാറ്റി പുതിയ വാഹനം മേടിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സഫലമായി കിട്ടും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി നിങ്ങളുടെ 6ാം ഭാവത്തിൽ പതിക്കുന്നത് കൊണ്ട് രോഗമുക്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും. പ്രത്യേകിച്ചും വാതസംബന്ധമായ അസുഖമുള്ളവരും വിട്ടുമാറാത്ത തലവേദന, അതായത് മൈഗ്രെയിൻ തുടങ്ങിയ ശിരോരോഗങ്ങൾ ഇതിൽ ഉള്ളവർക്കും നല്ലൊരാശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ ഇടത് കാലിൻ്റെ അല്ലെങ്കിൽ ഇടത് കൈയുടെ വേദനകളെല്ലാം നിശേഷം മാറിക്കിട്ടും. അതുപോലെ തന്നെ രാഹു നിങ്ങളുടെ 11ാം ഭാവത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ലാഭസ്ഥാനമായതുകൊണ്ട് നമുക്കൊരു കാര്യം ഇവിടെ നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഏത് പ്രകാരത്തിലായാലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ ശനിയുടെ ഒരു ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഈ നക്ഷത്രക്കാരിൽ ചില ആളുകൾക്ക് അല്പം ഡിലേ അല്ലെങ്കിൽ ഒരു പരിപൂർണത അതിൽ കുറയാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുവിൻ്റെ 5ാം ദൃഷ്ടി നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് പതിക്കുന്നത് കൊണ്ട് വാദപ്രതിവാദങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുതിർന്നവരുമായോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായോ വാദപ്രതിവാദങ്ങൾക്ക് പോകുന്നത് ഒട്ടും നന്നല്ല. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ശ്രദ്ധയിൽ വെക്കണം. മാത്രവുമല്ല സുഹൃത്തുക്കളുമായി അടിപിടി കച്ചറകൾ ഉണ്ടാകാനുള്ള സാധ്യതയും രാഹു നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യവും ഒന്ന് ശ്രദ്ധയിലിരിക്കണം. ഇത് ഈ പറഞ്ഞത് സ്കൂൾ തലത്തിലാണെങ്കിലും ശരി, മുതിർന്ന കോളേജ് തലത്തിലാണെങ്കിലും ശരി, ഈ ഒരു അവസ്ഥാന്തരമായിരിക്കും അവിടെ സംജാതമാവുക. അതുപോലെ തന്നെ പുണർന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ പ്രഭാവം ഈ 2026 മെയ് മാസം 17-ാം തീയതി മുതൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഈ സമയത്ത് ലഭിക്കുക. മാത്രവുമല്ല ഇതിൽ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുമോ എന്ന് നോക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അതിസങ്കീർണമായിട്ടുള്ള വിദ്യാഭ്യാസം അത് പൂർത്തീകരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിവാഹവും പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാലതാമസം ഉണ്ടാകും എന്നാണ് രാശിഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ പുണർതം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ മിഥുനം രാശിക്കാരായ 3 നക്ഷത്രക്കാർക്കും അനുഭവിക്കാൻ യോഗം കൈവരുന്നതാണ്. എങ്കിൽ പോലും അതിലെ ടോപ്പ് നക്ഷത്രമായ പുണർതം നക്ഷത്രത്തെ മുൻനിർത്തി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന വാക്ക് തർക്കങ്ങളെല്ലാം ഇനി പരിഹരിക്കപ്പെടും. ശമ്പള വർധനവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. വിദേശത്തേക്ക് ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് വിവിധ കമ്പനികളിൽ നിന്നും നിയമനാനുമതി ഉറപ്പായിട്ട് ലഭിക്കും. ഇത് പ്രത്യേകിച്ചും പാചകം, ഭക്ഷണ വിതരണം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ ഉയർച്ച തീർച്ചയായിട്ടും കാണുന്നുണ്ട്. നിങ്ങളിൽ ഈ PSC ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ സാമ്പത്തികം എങ്ങനെയാണെന്ന് നോക്കാം. ലോട്ടറി, ചിട്ടി തുടങ്ങിയ ഇടപാടുകൾ വഴി അപ്രതീക്ഷിത ധനഭാഗ്യം നിങ്ങൾക്ക് കൈവന്നേക്കും. മാത്രവുമല്ല നിങ്ങളിൽ ഈ സഹപ്രവർത്തകരുമായി ചേർന്ന് നടത്തി വരുന്ന ബിസിനസ് കൂടുതൽ വിപുലമായി മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പ അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ലോണിന് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അത് ഉറപ്പായിട്ടും അനുവദിച്ച് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭവന നിർമ്മാണം സാമ്പത്തിക പരാധീനതകൾ മൂലം പാതി വഴിയിൽ നിർത്തിയിരിക്കുന്നവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനും ഈ സമയത്ത് സാധിക്കും. ഇനി ആയില്യം നക്ഷത്രക്കാരുടെ ആരോഗ്യം സംബന്ധിച്ച് എങ്ങനെയാണ് ഫലമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നേത്രരോഗങ്ങൾ നിശേഷം ശമിക്കുന്നതായിരിക്കും. കണ്ണിന് ശസ്ത്രക്രിയ അത്യാവശ്യമാണെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ഘട്ടത്തിൽ അത് കണ്ണടയുടെ സഹായത്താൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വൈദ്യനിർദ്ദേശം ഉറപ്പായിട്ടും ലഭിക്കും. മാത്രവുമല്ല മുൻകാലങ്ങളിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ മാസം പകുതിയോടെ അല്ലെങ്കിൽ ജൂലൈ മാസം ഉറപ്പായിട്ടും നിങ്ങളെ വിട്ടുപോകുന്നതായിരിക്കും. മാത്രവുമല്ല ഇതിൽ ദീർഘനാളായിട്ട് കിടപ്പ് രോഗികളായി ജീവിച്ചവർക്ക് എഴുന്നേറ്റ് നടക്കാനും സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി ഈ വീൽ ചെയർ പോലുള്ള ഉപകരണങ്ങൾ അത് നിങ്ങൾക്ക് ലഭിക്കാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സമയം തെറ്റിയുള്ള ആഹാരം, പ്രത്യേകിച്ചും ഈ രാത്രി വൈകിയുള്ള ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കിയാൽ ആരോഗ്യം നിങ്ങൾക്ക് ഈ ജൂൺ മാസം പകുതി മുതൽ അങ്ങോട്ട് നല്ല രീതിയിൽ വന്നു കിട്ടാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിദ്യാലയങ്ങളിൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും
നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും. അതുപോലെ തന്നെ അന്യദേശത്ത് പോയി കലാകായിക മത്സരങ്ങളിലോ അല്ലെങ്കിൽ പരീക്ഷ എഴുതി അതിൽ ഉന്നത വിജയം നേടാനും യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഒരു സ്റ്റൈപ്പൻഡ് തുക കൂടി കിട്ടുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസവും ജോലിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസം മുതൽ ജോലി സംബന്ധമായ ഫലം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ, നിങ്ങളിൽ ഈ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരതാമസക്കാർ അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങാനുള്ള നിങ്ങളുടെ ആ ഒരു തീരുമാനം ഫലം കാണുന്നതാണ്. 2 അതിലധികമോ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമേഖലകളിലെല്ലാം നിങ്ങൾ പുരോഗതി കൈവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇതിൽ ഊഹക്കച്ചവടം നടത്തി പോന്നിരുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ് ഈ ജൂൺ മാസം മുതൽ അങ്ങോട്ട് സംജാതമാകുന്നത്. പ്രത്യേകിച്ചും ഈ ചെരുപ്പ്, തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവയുടെ ബിസിനസ്സിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്കെല്ലാം യാതൊരു നഷ്ടവുമില്ലാതെ അവരുടെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 1 വർഷത്തിലധികമായി തൊഴിലില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി ഉറപ്പായിട്ട് ലഭിക്കും. ഇനി ഈ ഉത്തരം നക്ഷത്രക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഫലങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഈ ചിത്രരചന, എഴുത്ത് തുടങ്ങിയ കലാസൃഷ്ടികൾ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന കലാകാരന്മാർക്ക് വളരെ വലിയ രീതിയിൽ അവരുടെ സൃഷ്ടികൾ വിറ്റുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തികമായി പരാധീനത അനുഭവപ്പെട്ടിരുന്നവർക്ക് സുഹൃത്ത് സഹായത്താൽ പുതിയ മേഖലകൾ ഉറപ്പായിട്ടും തുറന്നു കിട്ടും. അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട ഏത് പ്രവൃത്തിയിലും നിങ്ങൾക്ക് ഈ കാലവർഷം തുടങ്ങുമ്പോൾ മുതൽ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ സാമ്പത്തിക രംഗം പുഷ്ടിപ്പെട്ട് കിട്ടും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഉത്തരം നക്ഷത്രക്കാരുടെ ആരോഗ്യം സംബന്ധിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, ഈ വിദേശത്ത് പോയി ചികിത്സിക്കാൻ ധനം സ്വരൂപിക്കാനാകാത്ത അവസ്ഥയിൽ നിന്ന ആളുകൾക്ക് അത് നടന്നു കിട്ടാൻ യോഗമുണ്ടായിത്തീരും. ഈ അസിഡിറ്റി, വയറിലെ മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഇതിലെ ഈ നക്ഷത്രക്കാർക്ക് അതെല്ലാം മാറി നല്ല സ്വസ്ഥമായിട്ടുള്ള അവസ്ഥ ഉറപ്പായിട്ടും സംജാതമാകും. കാലുകളിലും അതുപോലെ തന്നെ മുഖത്തും നീരുണ്ടായിരുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് അധികം മരുന്ന് കഴിക്കാതെ തന്നെ ആ അസുഖം നിങ്ങൾക്ക് ഭേദപ്പെട്ട് കിട്ടുന്നതായിരിക്കും. ഇതിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു എന്നുള്ള നിങ്ങളുടെ ആശങ്ക ഇതോടുകൂടി പരിഹരിക്കപ്പെട്ടിരിക്കും. മാത്രവുമല്ല, ഇതിൽ വിദ്യാഭ്യാസ രംഗത്ത് ജോലി ചെയ്യുന്ന അധ്യാപകർക്കും അധികം ആയാസപ്പെടാതെ തന്നെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി പ്രാപിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 അതിൽ കൂടുതൽ ആളുകളുമായി ചേർന്നുള്ള പ്രോജക്റ്റ് വർക്കുകളെല്ലാം നിങ്ങൾ വിചാരിച്ച സമയത്ത് തന്നെ ചെയ്തു തീർക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് പ്രകാരത്തിൽ നോക്കിയാലും നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗം വളരെ അനുകൂലമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് രാശിഫലത്തിൽ വ്യക്തമായിട്ട് കാണുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് പൂരാടം നക്ഷത്രം. നിങ്ങളിൽ ഈ ഗവൺമെൻറ് ജോലിക്കായിട്ട് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് വളരെ പെട്ടെന്ന് കൈപ്പറ്റാൻ സാധിക്കും. മാത്രവുമല്ല, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് പരീക്ഷ എഴുതിയവർക്ക് അപ്രതീക്ഷിതമായി അനുമതി സന്ദേശം കയ്യിൽ വന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ നിലവിലുണ്ടായിരുന്ന ജോലി രാജിവെച്ച് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങണം എന്നാലോചിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം നടന്നു കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചുറ്റി നടന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ളൊരു മൺസൂൺ കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമാകുന്നത്. അതുപോലെ തന്നെ വാർത്താവിനിമയ രംഗത്തും ദൃശ്യമാധ്യമം, പത്രം തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് നിലവിലുള്ള ജോലിയിൽ നിന്നും പ്രമോഷൻ ഉറപ്പായിട്ടും ലഭിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ജോലി ഇല്ലാതിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസം മുതൽ ജോലി ലഭിക്കുമെന്ന് മാത്രമല്ല, ജോലിയിൽ തുടരുന്ന ആളുകൾക്ക് അവർക്ക് അർഹതയുള്ള സാമ്പത്തിക സുസ്ഥിരമായിട്ടുള്ള ആ ഒരു പാതയും ഈ കാലഘട്ടത്തിൽ ഒരുങ്ങിക്കിട്ടുന്നതാണ്. ഇനി പറയുന്നത് പൂരാടം നക്ഷത്രക്കാരുടെ സാമ്പത്തിക രംഗം എങ്ങനെയായിരിക്കും എന്ന് നോക്കുമ്പോൾ, ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൈവന്നു ചേരും. ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം തുടങ്ങിയ ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും വൻ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരാൻ യോഗമുണ്ടായിത്തീരും. അതുപോലെ തന്നെ നിലവിൽ വരുമാനം കുറവായതുകൊണ്ട് ഈ ജന്മദേശം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ വിചാരിക്കുന്നത് പോലെ തന്നെ നിഷ്പ്രയാസം നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിരിക്കും. പ്രത്യേകിച്ചും ബാങ്കിങ് മേഖല, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തവർക്ക് അത് ഈ വർഷം ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടു കൂടി തിരിച്ചടയ്ക്കാൻ ഉറപ്പായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ പൂരാടം നക്ഷത്രക്കാരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ, ജോലി ഭാരം മൂലം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ശാരീരിക, മാനസിക വർക്ക് പ്രഷറെല്ലാം നിങ്ങൾ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നതിലൂടെ
നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും. അതുപോലെ തന്നെ ഈ പൂരാട നക്ഷത്രക്കാരിൽ ചിലർക്ക് നിങ്ങൾ നിലവിൽ കഴിച്ചുകൊണ്ടിരുന്ന അലോപ്പതി മരുന്നുകൾ ഉപേക്ഷിച്ച് ആയുർവേദ മരുന്നുകൾ ശീലിക്കുന്നത് മൂലം നഷ്ടപ്പെട്ട നിങ്ങളുടെ ആരോഗ്യം മുഴുവനും തിരിച്ച് പിടിച്ചെടുക്കാനും നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും. ഈ സമയം തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അധികം ആയാസപ്പെടാതെ തന്നെ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. ഇനി പൂരാട നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിദേശത്ത് പോയി താമസിച്ച് ജോലി ചെയ്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സംജാതമാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുണ്ടായിരുന്ന ആലസ്യം വിട്ടുമാറി തീർച്ചയായിട്ടും ഉണർവ് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും സഹവിദ്യാർത്ഥികളുമായി ചേർന്ന് പഠന ആവശ്യത്തിനായിട്ട് അന്യദേശത്ത് പോകാനായിട്ട് അവസരം നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനുള്ള യോഗം കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അവിട്ട നക്ഷത്രക്കാർക്ക് ഈ കാലവർഷം ആരംഭത്തോടു കൂടി, അതായത് ജൂൺ മാസത്തോടു കൂടി നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ വലിയ ഉയർച്ചയാണ് നിങ്ങളുടെ കരിയറിൽ കാണുന്നത്. പ്രത്യേകിച്ചും സഹപ്രവർത്തകരുമൊത്ത് വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള നിങ്ങളുടെ ദീർഘനാളായിട്ടുള്ള ആഗ്രഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സഫലമായി കിട്ടും. മാത്രവുമല്ല, ഒരു സ്ഥിര വരുമാന ജോലി പ്രതീക്ഷിച്ചിരുന്ന ഈ അവിട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ മാസം ആരംഭത്തിൽ തന്നെ അനുമതി ലെറ്റർ ഉറപ്പായിട്ടും ലഭിക്കും. പ്രത്യേകിച്ചും ഇതിൽ ഈ ഉന്നത ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ആ ഒരു നിങ്ങളുടെ ഇഷ്ട ജോലിക്കായി കാത്തിരുന്നവർക്ക് ഈ ജൂൺ മാസം പകുതിയോടുകൂടി തന്നെ നിങ്ങളുടെ ആ പ്രതീക്ഷയ്ക്കൊത്ത ഒരു ജോലി ഉറപ്പായിട്ടും ലഭിക്കും. മാത്രവുമല്ല, ദീർഘകാലമായിട്ട് പല ജോലി ചെയ്ത് ഒന്നിലും ഒരു സ്ഥിരതയില്ലാതിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയാണ് നിങ്ങൾക്ക് ഈ ജൂൺ മാസം പകുതിയോടുകൂടി നിങ്ങളെ തേടി വരുന്നത്. ഇനി അവിടുത്തെ നക്ഷത്രക്കാരുടെ സാമ്പത്തിക രംഗമെന്ന് നോക്കിയാൽ ലോട്ടറി, വാതുവെപ്പ് തുടങ്ങിയ ധന ഇടപാടുകളിൽ നിന്ന് അഭൂതപൂർവമായിട്ടുള്ള ധനസമാഹരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഈ വിദേശത്ത് നിന്ന് ഇറക്കെടുക്കുന്ന ലോട്ടറി പോലുള്ളവയിൽ നിന്നും ഉറപ്പായിട്ടും ധനയോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിൻ്റെ ആ ഒരു അപര്യാപ്തത മൂലം സുഹൃത്ത് സഹായത്താൽ ബിസിനസ് തുടങ്ങണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സന്ദേഹം ഈ ജൂൺ മാസത്തോടു കൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും. കാരണം നിങ്ങൾ പുതിയൊരു ബിസിനസ് ഇതോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ വേണ്ടത്ര രേഖകളില്ലാതെ നിങ്ങൾ കടം കൊടുത്തിരുന്ന പണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സമയത്ത് തിരികെ ലഭിക്കും. മാത്രവുമല്ല, ഈ കാലയളവിൽ ഒന്നിലധികം ധനമിടപാടുകൾ ഒരേ സമയം നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വൻ സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അവിട്ട നക്ഷത്രക്കാരുടെ ആരോഗ്യം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അസ്ഥി സംബന്ധമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒട്ടുമിക്ക എല്ലാ ദേഹ അസ്വസ്ഥതകളും പരിഹരിച്ച് കിട്ടാൻ യോഗം കാണുന്നുണ്ട്. വിദേശത്ത് പോയി ചികിത്സിക്കാൻ പ്രയാസം അനുഭവിച്ചിരുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്താൽ ഈ ജൂൺ ജൂലൈ മാസം പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായി ഉയർന്ന നിലയിൽ എത്തിച്ചേരാനും സാധിക്കും. ഇനി അടുത്തതായി അവിട്ട നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കുമ്പോൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ വിദ്യാഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം തീർച്ചയായും മെച്ചപ്പെട്ട് കിട്ടുമെന്നും വ്യക്തമായി കാണുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് സന്നദ്ധ സംഘടന വഴിയോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതർ വഴിയോ ധനസഹായം ലഭ്യമാകാൻ യോഗം കാണുന്നുണ്ട്. ജന്മദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയി വിദ്യ അഭ്യസിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ഈ കാലയളവിൽ സംജാതമായേക്കും. ഇവരുടെ കുടുംബജീവിതവും വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിവാഹത്തിനായി പല പ്രാവശ്യം ശ്രമിച്ച് നടക്കാതെ അത് കാത്തിരുന്ന ഇതിലെ ആളുകൾക്ക് ഈ ജൂൺ മാസം മുതൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് സംജാതമാകുന്നത്. പറയാൻ കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള വിവാഹ ആലോചനകൾ ഉറപ്പായിട്ടും അവർക്ക് വന്നു കിട്ടിയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിട്ട നക്ഷത്രക്കാരെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ 2026 വർഷത്തിൻ്റെ രണ്ടാം പകുതി മുതൽ, അതായത് ജൂൺ മാസം മുതൽ ഏറ്റവും അധികം സ്ഥാനമാനങ്ങളും അംഗീകാരവും ലഭിക്കുന്ന 5 നക്ഷത്രക്കാരെ പറ്റി വിശദമായി നമ്മളിവിടെ അവരുടെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.